വീണ മറുപടി കൊടുത്തില്ല, വിശദീകരിച്ചില്ല എന്ന് പറയുന്ന അടിസ്ഥാനരഹിതമാണ്. വീണ കൃത്യമായ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട് നിഷാദ്. കൃത്യമായി എന്തിനൊക്കെയാണ് മറുപടി പറഞ്ഞത് എന്നുള്ള കാര്യം മാത്രം ഞാൻ പറയാം. മറുപടി കൊടുത്തത് ഇപ്പം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് ഈ എന്താണ് AI ക്യാമറകൾ വെച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം കേരളത്തിലുണ്ട്. വൻ തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്യാമറ വെച്ച് ഒന്നിലധികം കമ്പനികളാണ്. ആ കമ്പനികൾ ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദം വരുന്നു. കമ്പനികൾ വന്നിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ആർക്ക് കൊടുത്തു? പബ്ലിക്കിന് കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനം മെസ്സി വന്ന വിവാദവുമായി ബന്ധപ്പെട്ട് പോലും ചില കമ്പനികളുടെ പേരിട്ടു. അവരെല്ലാം പബ്ലിക്കിന് മുമ്പിൽ വന്നു, മീഡിയയ്ക്ക് മുമ്പിൽ വന്നു. പറയേണ്ട സ്ഥലത്ത് പറഞ്ഞു എന്നൊക്കെ പറയാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്, ഏത് സർവീസാണ് കൊടുത്തത് എനിക്കറിയില്ല. ബട്ട് വീണ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല. വീണ എന്തുകൊണ്ട് അഡീഷണൽ ബാധ്യത വീണയ്ക്ക് വരുന്നു? വീണയുടെ പിതാവിൻ്റെ പേരിലാണ് ഈ ആരോപണം. വീണയുടെ പിതാവിൻ്റെ പാർട്ടി പബ്ലിക്കിന് നടുവിൽ നിൽക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടി പബ്ലിക്കിന് നടുവിൽ നിന്ന് മഴ നനയുകയാണ്. സോ പബ്ലിക്കിനെ കൺവിൻസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സവിശേഷമായി വീണയ്ക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് വീണ ചെയ്തില്ല, വീണയുടെ പിതാവും ചെയ്തില്ല. അതാണ് എൻ്റെ പോയിന്റ്. കേൾക്കൂ നിഷാദ്. ഓ ഷോ അല്ല, താങ്കൾ ഞാൻ പറയുന്നൊന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിച്ചാൽ മതി നിഷാദ്. ഇപ്പം ഇന്നിപ്പോൾ EDയുടെ റിലീസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ. അതിൻ്റെ ചില ഭാഗങ്ങൾ സ്ക്രോൾ ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചോദിച്ചിട്ടുണ്ടോ നേരത്തെ? ഏതൊക്കെയാണ് ചോദിച്ചതെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ഈ AMC ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് അത് യഥാർത്ഥമായിരുന്നു EDയുടെ ഒരു ചോദ്യമാണ്. അതിന് തെളിവെന്താണ്? വീണയെ പിന്നെ മൊഴിയെടുക്കാൻ ചോദ്യം ചെയ്യാൻ ചെന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതിന് തെളിവെന്താണ്? ഏത് സോഫ്റ്റ്വെയർ സർവീസാണ്, എത്ര മാൻ പവർ ഉണ്ട്, അതെത്ര മണിക്കൂർ, എന്ത് ഡെലിവറബിൾസ്, ഇമെയിൽസ്, ടെക്നിക്കൽ റെക്കോർഡ്സ്, ഇൻവോയ്സസ്, GST ട്രീറ്റ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ വിശദമായി ഇവർ പിന്നെ ED ചോദിക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പരസ്യപ്പെടുത്തണം, പൊതുജനങ്ങളോട് എന്ന് പറയുന്നതിൻ്റെ യുക്തിയാണ് മനസ്സിലാവാത്തത്. താങ്കളിപ്പോൾ ശശിധരൻ കർത്തയുടെ കാര്യം പറഞ്ഞു. ശശിധരൻ കർത്ത അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശശിധരൻ കർത്ത പിന്നെ പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി പറയുകയായിരുന്നു? അല്ലല്ലോ. ശശിധരൻ കർത്തയ്ക്ക് പറയാനുള്ള കാര്യം അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വീണയോടുള്ള ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരുടേതായിരുന്നു. അവരോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിയെ കുറച്ചുകൂടെ മറ്റൊരു രൂപത്തിൽ അവരാക്കിയിരിക്കുകയാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടത്. പിതാവ് CPIM PB മെമ്പർ ആയതുകൊണ്ടും ആ പാർട്ടി വലിയ പാർട്ടി ആയതുകൊണ്ടും റൂളിംഗ് പാർട്ടി ആയതുകൊണ്ടുമാണ്. സോ ആ പാർട്ടിക്ക് പബ്ലിക്കിനോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കർത്തയെപ്പോലെയാണോ കണ്ടത്? വീണ എന്തുകൊണ്ട് ഇതിൽ വരുന്നു? പാർട്ടി എന്തുകൊണ്ട് ഇതിൽ വരുന്നു? പാർട്ടി തന്നെ ഇറങ്ങി നിൽക്കുകയാണ് റോഡിൽ. അപ്പോൾ പാർട്ടി ജനങ്ങൾക്കിടയിൽ അല്ലല്ലോ ഇത്. ഞാൻ പറഞ്ഞ പാർട്ടി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിൽക്കുകയാണെന്ന് പറയാണ് വീണ തെറ്റുകാരി അല്ലാന്ന്. അപ്പോൾ ജനം ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പാർട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റണ്ടേ? ഇത്ര ലാഘവ ബുദ്ധിയോടെ എന്തിനാണ് താങ്കൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവാത്തതാണ്. നാഷണൽ ഏജൻസി അന്വേഷിക്കുന്ന ഒരു കേസ്, കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അന്വേഷിക്കാൻ അനുമതി കൊടുത്തൊരു കേസ്. ആ കേസിനെ എന്തിനാണ് ജനങ്ങളോട് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്ന ലാഘവ ബുദ്ധിയോടെ താങ്കൾ സമീപിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിൻ്റെ അകത്ത് പറയാൻ കഴിയുന്ന കാര്യങ്ങളെ ഒരു കേസിൽ ആർക്കും പറയാൻ പറ്റുമോ എന്നുള്ള അറിയാത്തതാണെന്നല്ല നിഷാദ് റാവുത്തർ. അതെനിക്കറിയാം. എന്താ എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ ശരിയല്ല. നാഷണൽ സെക്യൂരിറ്റി അല്ല, അവരുടെ ചോദ്യങ്ങൾക്കാണ് മറുപടി. ആ മറുപടിയാണ് അവർ തേടി തന്നത്. ആ മറുപടി തേടി തന്നവർക്ക് മറുപടി കൃത്യമായി കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് പബ്ലിക്കിനോട് പറയേണ്ട കാര്യമില്ലെന്നേ, പബ്ലിക് ഡോക്യുമെന്റ് അല്ല അത്. ഞാൻ ചോദിക്കുന്നത് ശരി മനസ്സിലായി. പിണറായി വിജയനും പറയാൻ കഴിയില്ല, വീണയ്ക്കും പറയാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്നത് അതല്ല, അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ള വാദം വിദണ്ഡ വാദമാണ് പറയുന്നത്. CM ജയചന്ദ്രൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ ഒരുപാട് കമ്പനികളുണ്ട്. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പറയാത്തതിന്റെ മൊത്തം ബ്ലീഡിങ് അനുഭവിച്ചത് ആ പാർട്ടിയല്ലേ? ആ പാർട്ടി ബ്ലീഡ് ചെയ്തോട്ടെ, ആ പാർട്ടി വെയിലത്ത് നിന്നോട്ടെ, എന്നാലും പറയത്തില്ല എന്നുള്ള വാശി എന്തിനാണ്? അല്ല, അങ്ങനെ ഇത് സംബന്ധിച്ച് പിണറായി വിജയൻ എന്ന CPIM നേതാവ്, പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ തൻ്റെ ഈ നിലപാടുകൾ പറയേണ്ട പാർട്ടി വേദിയിൽ പറഞ്ഞിട്ട് തന്നെയുണ്ട്. അദ്ദേഹം നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കേസിൻ്റെ കാര്യമാണ്, കേസിൻ്റെ വഴിക്ക് പൊക്കോളും, എനിക്കതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനൊന്നുമില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച വ്യക്തിയല്ല. അദ്ദേഹം പറയേണ്ട സ്ഥലത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇതിനകം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പരസ്യപ്പെടുത്തണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല.